ഇവിടെ ചില മദ്രസകളിൽ അകത്തളങ്ങളിൽ പഠിപ്പിക്കുന്ന സാധനം എന്താണ്? ഇവിടെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് എന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ട്. ഇതാരെങ്കിലും ചർച്ചയാക്കിയിട്ടുണ്ടോ? എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെ നിങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നാൽ നിങ്ങൾ കാഫിറിന്റെ പട്ടാളത്തിലാണ്. നിങ്ങൾ കാഫിറിന്റെ പട്ടാളത്തിൽ ചേർന്ന് വെടിവെക്കേണ്ടി വരിക പാകിസ്ഥാനി മുസ്ലിമാണ്. അങ്ങനെ വെടിവെക്കരുത്. ഇന്ത്യൻ പട്ടാളത്തിൽ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. ചില യുക്തിവാദത്തിൻ്റെതാകുന്ന മതഭ്രാന്ത് പിടിച്ച ആളുകൾ, മതാന്ധത ബാധിച്ചതാകുന്ന ചില ആളുകൾ കുത്തിവെച്ചിട്ടുള്ള ചില വർത്തമാനമാണത്. ആർമിയിൽ നിങ്ങൾ ചേരരുത്, ഇന്ത്യയുടെ സൈന്യത്തിൽ നിങ്ങൾ ചേരരുത് എന്ന് പറഞ്ഞു പോലും നഊദു ബില്ലാഹ് അങ്ങനെ ഒരു സ്ഥാപനത്തിലും ഒരു സമൂഹത്തിലും അങ്ങനെ പഠിപ്പിക്കുന്നേയില്ല. ഇന്ന് യുക്തിവാദത്തിന്റെ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാലഘട്ടം നമ്മൾ കാണുകയാണ്. മുസ്ലിം കലാലയങ്ങളൊക്കെ സുവ്യക്തമാണ്. ഇന്ന് CCTV ക്യാമറകളുണ്ട്. പഴയതുപോലല്ല, എല്ലാവിധ സൗകര്യങ്ങളോടുമുള്ളതാകുന്ന കലാലയങ്ങളാണിന്ന്. പഠിപ്പിക്കുന്നത് എന്ത് എന്നുള്ളത് സുവ്യക്തമാണ്. ആർക്കും പരിശോധിക്കാം. നമ്മുടെ മദ്രസകൾ എടുത്ത് പരിശോധിക്കാം. എവിടെയാണ് നമ്മൾ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ആക്കം കൂട്ടുന്ന പ്രവർത്തനം ഏത് കലാലയത്തിൽ നിന്നാണ് ആഹ്വാനം ചെയ്യുന്നത്? എവിടെയുമില്ല. ഇന്ത്യയുടെ ആർമിയിൽ ചേർന്നാൽ അത്രയും നല്ലതല്ലേ? അവൻ പറയുന്നത് ഇന്ത്യയുടെ ആർമിയിൽ ചേർന്നാൽ അഫ്ഗാനിസ്ഥാനിലും അല്ലെങ്കിൽ മറ്റുള്ള പാകിസ്ഥാനിലുമാകുന്ന പട്ടാളക്കാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. അവർ തീവ്രവാദികളും ഭീകരവാദികളും ആണെങ്കിലും അവർ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ലേ, അവരോട് യുദ്ധം ചെയ്യുന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ലല്ലോ എന്നുള്ള മോശപ്പെട്ട വർത്തമാനം ഒരു കലാലയത്തിലും അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നില്ല. ഒരാളും അങ്ങനെ പറയുന്നുമില്ല. ഞാൻ പറയുന്നത് 8ഉം 10ഉം വർഷമൊക്കെ ഒരു കലാലയത്തിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി പോലും പിഴച്ചു പോകുന്ന കാലഘട്ടമാണിത്. യുക്തിവാദത്തിലേക്ക് പോകുന്നു. ഏതെങ്കിലും ബിദ്അത്തിന്റെ പ്രസ്ഥാനത്തിലേക്ക് പോകല്ല, യുക്തിവാദത്തിലേക്ക് പോവാൻ, മതനിരാസത്തിലേക്ക് പോവാൻ. മതമില്ല, മതത്തിന്റെ ചിഹ്നങ്ങളെയും മൂല്യങ്ങളെയും പരിപൂർണമായി ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവൻ അല്ലാഹ് എന്ന് പറയുമ്പോൾ അറപ്പും അവന് വെറുപ്പും ഉണ്ടാകുന്ന കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു ലോകം. നഊദു ബില്ലാഹ്. അല്ലാഹ് ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ, മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ ഈ ലോകത്ത് വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ, അവരൊക്കെ പെണ്ണുപിടിയന്മാരാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തിൽ ജീവിച്ചിരുന്ന, പാരമ്പര്യം കൊണ്ട് ഇസ്ലാം മതത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പോകുന്ന ഒരു കാലഘട്ടം. ഇതൊന്നും വലിയ അതിശയോക്തിയുള്ള കാര്യമല്ല. കാരണം പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, നേരം വെളുക്കുമ്പോൾ മുഅ്മിനാകും, വൈകിട്ട് കാഫിറാകുന്ന ലോകം വരും. ഹബീബ് റസൂലുള്ളാഹി യുസ്ബിഹുർ റജുലു മുഅ്മിന വയുംസി കാഫിറ. ഹബീബ് റസൂലുള്ളാഹി. പ്രഭാതത്തിൽ മുഅ്മിൻ, പ്രദോഷത്തിൽ കാഫിർ, അവിശ്വാസിയാകുന്ന ഘട്ടം വരും. ഹബീബ് റസൂലുള്ളാഹി. പ്രഭാതത്തിൽ അവിശ്വാസി, പ്രഭാത സമയമാകുമ്പോ, പ്രദോഷ സമയമാകുമ്പോ അവൻ വിശ്വാസി. അങ്ങനെ ഒരു അവസ്ഥയും വരും. അങ്ങനെയും ഉണ്ടാവാം. ഏതു സമയത്താണ് ഈമാൻ തെറ്റിപ്പോകുക, ഏതു സമയത്താണ് ഈമാൻ ഇട്ടുതരിക, റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഹിദായത്ത് അണഞ്ഞു പോകാതിരിക്കാൻ പ്രിയപ്പെട്ട മുസ്ലിമേ സദാസമയം ദുആ ചെയ്യണം. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ നീ പിഴപ്പിക്കല്ല അല്ലാ. മോശപ്പെട്ട ആശയ ആദർശങ്ങളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകല്ല അല്ലാ. സത്യവിശ്വാസി സദാസമയം ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ട പ്രാർത്ഥനയാണ്. കാരണം ഇന്ന് സമൂഹം യുക്തിവാദത്തിലേക്ക് ഉന്നുന്നതാകുന്ന കാലഘട്ടമാണ്. ആദരവായ പ്രവാചകർ എപ്പോഴും ദുആ ചെയ്യാൻ പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക വഫീ തഅതിക വഫീ ഈമാനിക യാ അല്ലാഹ്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ തിരിച്ചു കളയുന്നവനായ അല്ലാഹ്. ഏത് സെക്കൻഡിലും ഹൃദയത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ഈമാനികമാകുന്ന പ്രഭയെ അണച്ചു കളയാൻ പടച്ച റബ്ബിന് സാധിക്കും. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ, ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന നാഥാ, ഞങ്ങളുടെ ഹൃദയത്തെ നീ ഈമാനിന്റെ അടിത്തട്ടിൽ പരിപൂർണമായി ഉറപ്പിച്ചു തരണേ അല്ലാഹ്. സത്യവിശ്വാസി ദുആ ചെയ്യണേ ഇതെന്ന് ഹബീബ് റസൂലുള്ളാഹി നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ സുഹൃതങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ സുഹൃതങ്ങൾക്ക് നാന്ദി കുറിക്കുന്നതാകുന്ന ഹിദായത്തിനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. ആക്കട്ടെ.
ദിവസം 5 വഖത്ത് നിസ്കാരം. എത്ര റക്അത്തുണ്ട്? 17 റക്അത്തുണ്ട്. 5 വഖത്ത് നിസ്കാരം, ഫർളായ നിസ്കാരം. സുബഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4, 17 റക്അത്താണ്. എല്ലാ റക്അത്തുകളിലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. കാരണം പിഴച്ചുപോയാ പോയി എല്ലാം നഷ്ടപ്പെട്ടു, ഒരു അമലും സ്വീകാര്യമാവൂല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെ നീ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. സാലിഹാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ എനിക്ക് നീ പഠിപ്പിച്ചു തന്നു. ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ചതായ പടച്ച റബ്ബേ നീയാണ് എനിക്ക് സഹായി ഈ ദുനിയാവിലും ആഖിറത്തിലും. അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീ മാത്രമാണ് എനിക്കുള്ള സഹായി അല്ലാഹ്. പ്രവാചകനാകുന്ന സൗന്ദര്യ സ്വരൂപനാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്ത പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. പഠിക്കണേ ഇടക്കരയിലുള്ള പ്രിയപ്പെട്ട സഹോദരി, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കണേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യു ഖിസ്സത്തിൻ അജബു ഖസസിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും അത്ഭുതകരമായ ചരിത്രം ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബ ഖിസ്സത്ത് യൂസുഫ, അത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിതമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണേ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിതങ്ങൾ മുഴുവനും സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു പറഞ്ഞിട്ട് അവസാനമായി ബഹുമാനപ്പെട്ടവരുടെ പ്രാർത്ഥന അല്ലാഹു പഠിപ്പിക്കുകയാണ്. അവസാന കാലഘട്ടത്തിൽ അവിടുത്തെ പ്രാർത്ഥന ഇത് മാത്രമാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന പടച്ച റബ്ബേ നീ മാത്രമാണ് എനിക്കുള്ള സഹായി. എനിക്കൊരുപാട് കാര്യങ്ങൾ നീ പഠിപ്പിച്ചു നൽകി, എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു നൽകി. എല്ലാം മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി, എന്നെ മുഅ്മിനായി, യഥാർത്ഥ സത്യവിശ്വാസിയായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. ആരാണ് ചോദിക്കുന്നത്? മുസ്ലിമേ, മുസ്ലിമത്തെ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. മതനിരാസത്തിന്റെ വക്താക്കൾ കുമിഞ്ഞു കൂടുന്ന കാലഘട്ടം, എക്സ് മുസ്ലിമാണ് എന്ന് വിളിച്ചു പറയുന്ന കാലഘട്ടം, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. യൂസുഫ് എന്ന് പറയുന്ന പ്രവാചക പുങ്കവൻ പോലും പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്. കാരണം മുസ്ലിമായി മരണം വരെ നിലനിൽക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. വലാഖിബതു ലിൽ മുത്തഖീൻ, യഥാർത്ഥമാകുന്ന അന്ത്യം സച്ചരിതരാകുന്ന ആളുകൾക്കാണ്, ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിക്കുന്ന ആളുകൾക്കാണ്, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നതാകുന്ന ആളുകൾക്കാണ്. ഇവിടെ ചാനലുകൾ വന്നിരുന്നുകൊണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നുവരുന്നുകൊണ്ട് 24, 50, 60, 70 വയസ്സുള്ളവർ ഞാൻ എക്സ് മുസ്ലിം ആയിരുന്നു, ഞാൻ ഇതാ ദീൻ വിട്ടുകൊണ്ട് പുറത്തു വന്നു എന്ന് പറയുന്നവരെ, പണ്ട് രാഷ്ട്രീയത്തിൽ നിലകൊണ്ടിരുന്നതായ ആളുകൾ ഞാൻ എക്സ് MLA ആയിരുന്നു എന്ന് പറയുന്നത് പോലെ പരിശുദ്ധമായ ദീനിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ദീനിലില്ല എന്ന് പറയുന്നതായ ആളുകളെ, ഈ ദീനിൽ
ഒരാളെയും അടിച്ചമർത്തലില്ല. ഇവിടെ ഒരാളും കൂടി നിൽക്കേണ്ടതില്ല. ആവശ്യമുള്ളവർക്ക് കൂടാം, ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാകാം. ഈ വിശുദ്ധമായ ദീന് വിശാലമാണ്, വിശാലമായ കാഴ്ചപ്പാടിന്റെ മതമാണ്. ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽകുഫർ. വിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഹദീസുകളും വിശാലമായ കാഴ്ചപ്പാടാണ്. അതിൽ ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കാം, ആവശ്യമില്ലാത്തവർക്ക് പുറത്തു പോകാം. ഈ ലോകത്തുള്ള സർവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടില്ല. മറിച്ച് പടച്ചറബ് പറഞ്ഞത് എന്താണ്? ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. കത്തിജ്വലിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് മനുഷ്യജിന്ന് വർഗത്തിൽ നിന്ന് നാം നിറയ്ക്കുക തന്നെ ചെയ്യും കേട്ടോ. നരകത്തെ നാം നിറയ്ക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളെ കൊണ്ടാണ്. ജിന്ന വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് നരകത്തെ നാം നിറയ്ക്കുമെന്ന് അല്ലാഹു പറയുകയാണ്. സ്വർഗം നിറയ്ക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മതനിരാസത്തിന്റെ വക്താക്കൾ, കുഫ്രിയത്തിന്റെ വക്താക്കൾ, മുശ്രിക്കീങ്ങളായ ആളുകൾ, അവിശ്വാസത്തിന്റെ നിറം ചാർത്തിയിട്ടുള്ള ആളുകൾ, എക്സ് മുസ്ലിമുകളാകുന്ന ആളുകൾ ഈ ലോകത്ത് എന്നെന്നും ഉണ്ടാവണം. ഉറപ്പ് തന്നെയാണ്. എന്തുകൊണ്ട്? നരകം അവരെ കൊണ്ട് നിറയ്ക്കുമെന്ന് അല്ലാഹു പറഞ്ഞതാണ്. മുസ്ലിമേ, മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, സഹോദരി, നീ പഠിച്ചു വെക്കേണ്ട പാഠം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മഹനീയമായ പ്രാർത്ഥനയാണ്. സൂറത്ത് യൂസുഫിന്റെ അവസാന ഭാഗം പറഞ്ഞ പ്രാർത്ഥനയാണ്. തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. യൂസുഫ് നബി അലൈഹിസ്സലാം അവസാന നാളുകളിലും ദുആ ചെയ്യുന്നത്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. ഒരു പ്രവാചകനാണ് ദുആ ചെയ്യുന്നതെന്ന് ഓർക്കണേ. പ്രവാചകനാണ്, എന്നിട്ട് പോലും ദുആ ചെയ്യുന്നത് ഈമാൻ തെറ്റിപ്പോകാതെ എന്നെ നീ കാക്കണേ അല്ലാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ. കാരണം മുസ്ലിമായി മരിക്കുക, സാലിഹായി മരിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയം തന്നെയാണ്. എല്ലാവർക്കും സാധിക്കുന്നതല്ല. ഈമാനിൽ നിന്ന് പുറത്തു പോകാം, അതാർക്കും പുറത്തു പോകാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മോമിനായി ജീവിച്ച് മോമിനായി തന്നെ മരിക്കുക വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ആര് ദുആ ചെയ്യുന്നത് ഇങ്ങനെ? യൂസുഫ് നബി അലൈഹിസ്സലാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുസ്ലിമാക്കി മരിപ്പിക്കുക മാത്രമല്ല ദുആ ചെയ്തത്. എന്ത് ദുആ ചെയ്തു? വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതാണ് നമ്മുടെ വിഷയം. സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ, എന്നെ സാലിഹാക്കിത്ത അല്ലാ. ആര് ദുആ ചെയ്തു? സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. അതാണ് സാലിഹാകുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല നീ പറഞ്ഞത്. നമ്മളിങ്ങനെ കേൾക്കുമ്പോ സാലിഹ്, നമ്മളൊക്കെ സാലിഹാണ്, എന്റെ മോനെ സാലിഹാക്കിത്ത ഉസ്താദെ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യും. ഒരു മുത്തഅല്ലിമിനെ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയി വിടുമ്പോ, ഉസ്താദെ ഈ മകനെ സാലിഹായ ഒരു മുത്തഅല്ലിമായി, എനിക്ക് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മുത്തഅല്ലിമായി, മരിച്ചു കഴിയുമ്പോ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് സലാം പറഞ്ഞ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകനായി ഇവനെ നീ എത്തിക്കണം. അതിനുവേണ്ടി ഉസ്താദിന്റെ അടുക്കൽ ഞാൻ വിടുകയാണ്. അങ്ങനെയല്ലേ പറയല്? അങ്ങനെയാണ് നമ്മൾ മക്കളെ വിടുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവരും ദുആ ചെയ്തതും ഇതേ ദുആ തന്നെയാണ്. ഖുർആനാണ് ഇതൊക്കെ, വേറൊന്നുമില്ല. വേറൊന്നുമില്ല, ഖുർആനാണ്. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ സച്ചരിതനാകുന്ന അടിമകളിൽ എന്നെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ആരാണ് ദുആ ചെയ്യുന്നത്? ലോകം മുഴുവനും അടക്കി ഭരിച്ചതാകുന്ന ചരിത്രത്തിൽ സോളമൻ എന്ന് അടയാളപ്പെടുത്തിയ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. ലൂത്ത് നബിയെ കുറിച്ച് നബിയെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വഅദ്ഖൽനാഹു ഫീ റഹ്മത്തിനാ, നമ്മുടെ കാരുണ്യത്തിൽ നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ഇന്നഹു മിനസ് സാലിഹീൻ, അദ്ദേഹം സാലിഹീങ്ങളിൽ പെട്ട വ്യക്തിയാണ്.
അതുപോലെ എന്നെ കുറിച്ചും അല്ലാഹുവേ എന്നെയും ഒന്ന് സാലിഹീങ്ങളിൽ ഒന്ന് ചേർത്തി തരണേ അല്ലാഹ്. വദ്ഖിൽനീ ഫീ ഇബാദിക അസ്സാലിഹീൻ, നിന്നെ സച്ചരിതരാകുന്ന അടിമകളിൽ എന്നെ നീ ചേർക്കണേ അല്ലാഹ്, എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ആര് ദുആ ചെയ്തു? സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. ഖുർആനാണ്, മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ ദുആ ചെയ്യണം, ദുആ ചെയ്താലേ കിട്ടുള്ളൂ. സാലിഹാക എന്ന് പറഞ്ഞ പണി എങ്ങനെയാണ്? മക്കൾക്ക് വേണ്ടി ദുആ രക്കുമ്പോ എങ്ങനെ ദുആ രക്കണം? എങ്ങനെ ദുആ രക്കണം? കുട്ടിയത്താ അല്ലാഹ്, കുട്ടിയത്താ അല്ലാഹ്, അങ്ങനെയാണ് ദുആ രക്കണം. സാലിഹായ കുട്ടിയത്താ അല്ലാഹ്, അങ്ങനെ ദുആ രക്കണം. അങ്ങനെയാണ് പഠിപ്പിച്ചത് ഖുർആൻ. നമ്മുടെ ഖുർആനും കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആനിൽ നിന്ന് പുറകോട്ട് പോകാതെ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. വയസ്സ് 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 100 കഴിഞ്ഞു, 110 120 ദുആ നിർത്തുന്നില്ല. ഒരേ ഒരു ദുആ മാത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചറബിനോട് ചോദിക്കുകയാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹായ പൊന്നുമോനെ താ അല്ലാഹ്, സാലിഹായ കുട്ടിയെ താ അല്ലാഹ്. കല്യാണം കഴിഞ്ഞ് 3-4 വർഷമാകുമ്പോ ആശ മുറിഞ്ഞ് ജീവിക്കുന്ന ഇടക്കരയിലുള്ള പ്രിയപ്പെട്ടതാകുന്ന നവദമ്പതിമാരെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. 120 വയസ്സായിട്ടും ആശ മുറിയാതെ നിരാശ വരാതെ പടച്ച റബ്ബിനോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്. എനിക്ക് മക്കളെ തരുന്നുണ്ടെങ്കിൽ അത് സാലിഹായ പൊന്നുമോനെ താ അല്ലാഹ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. എന്റെ ഭാര്യയ്ക്ക് 98 വയസ്സായി, എനിക്ക് 120 വയസ്സായി, പക്ഷെ ആശ മുറിയുന്നില്ല. നീ തരും, എനിക്ക് ഉറപ്പാണ്. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പടച്ച റബ്ബിന്റെ കാരുണ്യത്തിൽ നാശമുറിയാതെ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ട് നിലകൊള്ളണേ. 4-5 വർഷമായി, 10 കൊല്ലമായി, 20 കൊല്ലമായി വ്യസനിക്കേണ്ട പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. പടച്ച റബ്ബ് നൽകും, ഉറപ്പാണ്. 120ാമത്തെ വയസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ള തഖ്വയുള്ള സാലിഹായ ഇസ്മായിൽ എന്ന പൊന്നുമോനെ അല്ലാഹു നൽകുകയാണ്. ഈ പൊന്നുമോൻ ആരാണ്? വഇസ്മാഈല വഇദ്രീസ വദൽ കിഫ്ൽ കുല്ലും മിനസ് സാബിരീൻ വഅദ്ഖൽനാഹും ഫീ റഹ്മതിനാ وأدخلناهم في رحمتنا إنهم من الصالحين. ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇദ്രീസ് നബി അലൈഹിസ്സലാമും ദൽകിഫിൽ അലൈഹിസ്സലാം അടക്കം ഇവരെല്ലാവരും ക്ഷമാശീലന്മാരും, ഇവരെല്ലാവരും നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചവരും, അവരെല്ലാവരും സാലിഹീങ്ങളിൽ പെട്ടവരുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സാലിഹായ പൊന്നുമോനിന് വേണ്ടി കാത്തിരുന്ന് ഉമ്മയും ഉപ്പയും നിറകണ്ണുകളോടെ പടച്ചറബിനോട് ചോദിച്ചപ്പോ 120ാമത്തെ വയസ്സിലാണ് പടച്ചറബ് കൊടുത്തത്. ആർക്കാണ്? പ്രവാചകനാണ്. കൈ ഉയർത്തിയാൽ ഉത്തരം പടച്ചറബ് നൽകുന്ന വ്യക്തിത്വമാണ്. എന്നിട്ട് പോലും അല്ലാഹു മക്കളെ കൊടുക്കുന്നതിൽ പിന്തിച്ചു. കാരണം ഹൈറുണ്ട്. ലോകത്ത് വരാനിരിക്കുന്ന മുത്തുനബിയുടെ ഉമ്മത്തടക്കമുള്ള സമുദായത്തിന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരെ, നേർച്ചകളും വഴിപാടുകളുമായി നിലകൊള്ളുന്നവരെ, മോശപ്പെട്ട തലത്തിലേക്ക് പോകാൻ വേണ്ടി തുനിയുന്നവരെ, അന്യരാക്കപ്പെട്ട ആളുകളിലേക്ക് പോയി കൂടോത്രം നടത്തിക്കൊണ്ട് നിലകൊള്ളാൻ തയ്യാറാവുന്നവരെ, പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാര് മക്കളില്ലാതെ വരുമ്പോ കള്ള ചിന്നപ്പമാരുടെ സവിധത്തിൽ പോയി ആത്മീയമാകുന്ന ചൂഷണത്തിന് വിധേയരാകുന്നവരെ, കയ്യിൽ 5-10 മോതിരം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പച്ച ഷാള് ധരിച്ചതാകുന്ന ആളുകളെ കാണുമ്പോൾ ഇവരേറ്റവും വലിയ സൂഫിയാണെന്ന് മനസ്സിലാക്കി അവരുടെ കാൽക്കീഴിൽ വീണുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ കളങ്കപ്പെടുത്തി
നഷ്ടപ്പെടുത്തുന്നവരെ, ആത്മീയ ചൂഷണത്തിന്റെ വക്താക്കൾക്ക് അടിയറവ് വെക്കുന്നതാകുന്ന ഉമ്മമാരെ, പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ, അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണേ. നമുക്കിവിടെ സമുന്നതരായ ആലിമീങ്ങളുണ്ട്, സമസ്തയുടെ പണ്ഡിത നേതൃത്വങ്ങൾ ഇവിടെയുണ്ട്. അവരെ കണ്ടുകൊണ്ട്, സാദാത്യങ്ങളെ കണ്ടുകൊണ്ട് എന്തേ നമുക്ക് ദുആ ചെയ്യിപ്പിച്ചുകൂടാ? എന്തേ നമുക്ക് പടച്ച റബ്ബിനോടൊന്ന് പൊട്ടിക്കരഞ്ഞുകൂടാ? അല്ലാഹുവേ, പടച്ച റബ്ബേ, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ, സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. ആരെങ്കിലും ദുആ ഇരുന്നിട്ടുണ്ടോ? അങ്ങനെ സാലിഹായ ഒരു കുട്ടിക്ക് വേണ്ടി എത്ര പേര് ദുആ ചെയ്തിട്ടുണ്ട്? ആരും കയ്യുയർത്തണ്ട. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുആ ചെയ്യണം. നമ്മൾ ദ്വാരക്കുമ്പോ അങ്ങനെ ദ്വാരക്കലുണ്ട്. അല്ലാഹു സാലിഹായ ഒരു കുട്ടിയെ താ അല്ലാ. ഭാര്യ ഗർഭിണിയാകുന്നു, ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഭാര്യമാര് ദ്വാരക്കലുണ്ടോ? ഉമ്മ ദ്വാരക്കലുണ്ടോ? എവിടെ? നല്ല സീരിയൽ കണ്ടുകൊണ്ട് റാഹത്തായിട്ട്, കുടുംബ വിളക്കം കണ്ടുകൊണ്ട് റാഹത്തായിട്ട് വിളക്കം കത്തിച്ചിരിക്കുക. അല്ലാഹു ആക്കട്ടെ. ഉള്ള സീരിയലെല്ലാം തസ്ബീമാല മറിക്കുന്നത് പോലെ റമദാനി തസ്ബീ, റമദാൻ കഴിയുമ്പോൾ ഓരോ തസ്ബീക്ക് ഓരോ സീരിയൽ മറിച്ച് വിട്ടോണ്ട് എന്നിട്ട് അതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ കഥ പറയാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വന്ന് ആ കഥയും പൂർത്തീകരിക്കും. ഇന്നിപ്പോ വാതു വന്നതിന്റെ വിഷമത്തിലാണ്. നാളെ പോയിട്ട് ഇത് ഫുള്ള് കഥ വീട്ടണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതല്ലേ അവസ്ഥ, സമൂഹത്തിന്റെ അവസ്ഥ അല്ലേ? ഒരു കുട്ടി സാലിഹാകണമെങ്കിൽ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ശരിക്ക് ശ്രദ്ധിക്കണം. ഉമ്മ ശരിക്ക് ഖുർആൻ ഓതണം, നല്ലതുപോലെ ഖുർആൻ ഓതണം, ഖുർആൻ നല്ലതുപോലെ കേൾക്കണം. മക്കള് സാലിയാവും, നമ്പർ 1 കുട്ടിയായി മാറും, നാട്ടിലെ ഏറ്റവും നല്ല ആലിമായി മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കേൾക്കുന്ന ഏതാ? ഊണ്ടമാവ ഇത് കേട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയ ഹലാക്ക് നശിച്ച് ഇതാ ഉമ്മ കേട്ടോണ്ടിരിക്കുന്നു. എന്നിട്ട് ഉമ്മ കിടന്ന് തുള്ള റാഹത്തായി ഉമ്മയുടെ വക ഒരു ടിക്ടോക്ക് കളി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിന്നെങ്ങനെ റെഡിയാവും? പിന്നെങ്ങനെ മക്കള് സാലിഹാകും? നിങ്ങൾ പറയും, ഖുർആൻ കേൾക്കുന്ന ഉമ്മമാരുണ്ടോ? ദിക്ർ ചെല്ലുന്ന ഉമ്മമാരുണ്ടോ? ഗർഭസ്ഥ സമയത്ത് 9 മാസവും 10 ദിവസവും നിങ്ങൾക്ക് റാഹത്തായ നിലയിൽ ഖുർആൻ ഖത്മ പൂർത്തീകരിച്ചുകൂടായിരുന്നോ? എത്ര പേര് അത് ശ്രദ്ധിക്കുന്നവരുണ്ട്? എത്ര പേര് ഓതുന്നവരുണ്ട്? നിങ്ങൾ തന്നെ പറയും, എത്ര ഖത്മ പൂർത്തീകരിച്ചു? എത്ര ദിക്ർ നിങ്ങൾ ചൊല്ലി തീർത്തു? മക്കളെ സാലിഹാകണമെന്ന നിയ്യത്തിൽ ഏതൊക്കെ സൂറത്ത് നിങ്ങൾ ഓതി? ഒന്നും ഓതിയില്ല. മക്കൾ നല്ല വെളുത്തു തുടുത്ത് അനിയന്റെ കൊച്ചിനേക്കാൾ നല്ല നിറം വരണം, അതിന് കുങ്കുമപ്പ് പാലിനകത്ത് കലക്കി കുടിച്ച് അവചാരിച്ച് തിന്നു. ഹലാക്ക്. എളുപ്പം മാത്രമേ ഉള്ളൂ. ഹൽക്കിന് പിടിക്കുന്ന മോനെയാ കിട്ടിയത്. അല്ലാഹു ആക്കട്ടെ. വലുതായപ്പോ അവൻ ഹൽക്കിന് പിടിച്ചോണ്ടിരിക്കുക, ഉമ്മ ഒന്നും തന്നിട്ടില്ല എന്നും പറയും. സ്വത്തിന് വേണ്ടി ഇടി. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. മക്കളെ പിഴച്ചു പോകൂലേ? തിരുവനന്തപുരത്ത് ഒരു ഉമ്മ, നാദിറ എന്ന പേരുള്ളതാകുന്ന ഒരു ഉമ്മ, കഴിഞ്ഞ കൊല്ലം തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകനെ കഴുത്തിനരിച്ച് കൊന്നുകളഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ചോദിച്ചു, എന്തിനാണ് ഇത്ര ക്രൂരമാകുന്ന നടപടി സ്വന്തം മകന്റെ മേൽ നടപ്പിലാക്കിയത്? ഉമ്മ പറഞ്ഞ മറുപടി, ഇന്നലെ കള്ളു കുടിച്ചുകൊണ്ട് വൈകിട്ട് കയറി വന്നിട്ട് എന്നെ കടന്നു പിടിച്ച് ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ തയ്യാറായി. ഇനിയും അവൻ തുടർന്നാൽ പറ്റൂല, അതുകൊണ്ടാണ് അവനെ കൊന്നുകളഞ്ഞത് എന്ന് നാദിറ എന്ന ഉമ്മ ലോകത്തോട് വെളിപ്പെടുത്തി. കൊച്ചു കേരളത്തിൽ എവിടെയാണ് നമ്മുടെ മക്കൾ എത്തിയിരിക്കുന്നത്? മക്കള് സാലിഹാവണ്ടേ? മക്കള് സാലിഹാകണ്ടേ? കഴുത്തെ പിടിക്കും, മേത്തുകയറി പിടിക്കും. സ്വന്തം ഉമ്മ ഏത്, മക്കളേത്, സഹോദരനേത്, സഹോദരി ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത യുഗത്തിലേക്ക്, ആധുനിക യോഗത്തിലേതാകുന്ന തലമുറയിലെ മക്കൾ മാറിയിരിക്കുന്നു. മനസ്സിലാക്കണം. ഉമ്മ ആരാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല, സഹോദരി ആരാണെന്ന് അറിയുന്നില്ല, കുടുംബത്തിൽപ്പെട്ടവരാരാണെന്ന് അറിയുന്നില്ല. ഈ അടുത്തല്ലേ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നടന്ന സംഭവം, 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. 21 വയസ്സുള്ളതാകുന്ന പെൺകുട്ടി കോളേജിലേക്ക് പോകുന്ന വഴിയിൽ പിടിച്ചു നിർത്തിയ 16-കാരനാകുന്ന കൗമാരക്കാരനാകുന്ന ചെറുപ്പക്കാരൻ അവളെ കടന്നു പിടിച്ചിട്ട് 1.5 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്ത് വാഴത്തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവരും ചാടി അവളെ കടന്നു പിടിച്ചുകൊണ്ട് ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി നിലകൊണ്ടപ്പോ ആ പെണ്ണ് കുതിര മാറിയിട്ട് തൊട്ടപ്പുറത്തുള്ളതാകുന്ന വീട്ടിൽ പോയി അഭയം പ്രാപിച്ച് അവസാനം പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് നാട്ടിലുള്ള CCTV ക്യാമറകൾ പരിശോധിച്ച് ഒരു 16 വയസ്സുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ചോദിച്ചു, ഇവനാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ തന്നെയാണ് എന്ന് 21 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുകയാണ്. അവന്റെ ഐഡന്റിറ്റിയെ ചോദിച്ചു, പരിശോധിക്കുമ്പോ 16 വയസ്സേ ഉള്ളൂ. പൊടിമീശക്കാരനാകുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരന്യ പെണ്ണിനെ കടന്നു പിടിച്ചു എന്ന് മാത്രമല്ല 1.5 മീറ്റർ ഉയരമുള്ള, അവനേക്കാൾ ഉയരമുള്ളതാകുന്ന
മതിലിന്റെ അപ്പുറത്തേക്ക് കുതിറി മാറാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പെണ്ണിനെ പിടിച്ചു നിർത്തിയിട്ട് വലിച്ചെറിഞ്ഞ് അവളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി നിലകൊണ്ട ഇവന്റെ പിന്നിൽ ഇവന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഘടകമേതാണ് എന്ന് പരിശോധന നടത്തിയപ്പോ മാരകമാകുന്ന MDM എന്നറിയപ്പെടുന്ന ലഹരി ഉൽപ്പന്നമായിരുന്നു. മനസ്സിലാക്കണം സഹോദരങ്ങൾ, എവിടെയാണ് നമ്മുടെ തലമുറ എത്തിപ്പോയത്? എവിടേക്കാണ് നമ്മുടെ തലമുറയുടെ പോക്ക്? ഇത് മലപ്പുറത്തിന്റെ മണ്ണിൽ നടന്ന സംഭവമാണ്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, ഈ സമൂഹത്തിലും ഈ സമുദായത്തിലും നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? നമ്മളിതൊക്കെ പറയുമ്പോഴും ഇപ്പോഴും കളിച്ചും രസിച്ചും സാലി, നമ്മുടെ ഒരു കൂട്ടാനുണ്ട് സാലി മതി എന്നും പറഞ്ഞ് നമ്മളിത് നിസ്സാരമാക്കി പോവാൻ. ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ പഠിക്കണം. നമ്മൾ സാലിഹാവുക, മക്കള് സാലിഹാവുക, ഭാര്യ സാലിഹത്താവുക എന്നത് തന്നെയാണ് പ്രാധാന്യം. അത് തന്നെ വേണം, ചെറിയ കാര്യമല്ല. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്തത്, മുൻഗാമികൾ ദുആ ചെയ്ത് പഠിപ്പിച്ചത്. അവസാന സമയം വരെയും എന്നെ സാലിഹാക്കിത്ത അല്ലാഹ് എന്ന് ദുആ ചെയ്തു നിലകൊണ്ടു മുൻഗാമികൾ. നമ്മൾ എവിടെയാണ് സഹോദരങ്ങളെ? അങ്ങനെയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? സാലിഹായാൽ രക്ഷപ്പെട്ടില്ലേ? സാലിഹായാൽ കിട്ടുന്ന നേട്ടം വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്സാലിഹീൻ വഹുവ യതവല്ല സ്സാലിഹീൻ. ഈ ദുനിയാവിൽ സുഹൃതമനുഷ്ഠിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ സാലിഹീങ്ങളായ സജ്ജനങ്ങളുണ്ടോ, അവരുടെ സർവ്വ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. വഹുവ യതവല്ല സ്സാലിഹീൻ, അള്ളാഹു ഏറ്റെടുക്കും അവന്റെ എല്ലാ കാര്യവും. ഒരു പേടിയും പേടിക്കണ്ട, നീ ഒരു പേടിയും പേടിക്കണ്ട. നീ സാലിഹായ മനുഷ്യനാണോ, അള്ളാഹു നിന്റെ സർവ്വ കാര്യങ്ങളും ഏറ്റെടുക്കും. നിന്റെ സാമ്പത്തികമാകുന്ന പരാധീനതകൾ, കഷ്ടയാതനകൾ, നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിന്റെ ഭാര്യയുമായിട്ടുള്ളതാകുന്ന ചടുല പിണക്കങ്ങൾ എല്ലാം പടച്ചറപ്പ് തീർക്കും. എന്ത് വേണം? നീ എന്ത് വേണം? സാലിഹായി ജീവിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നീ ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായി പള്ളിയിൽ പോകണം, നിന്റെ ആൺമക്കനെയും വിളിച്ചുകൊണ്ട്. ഉമ്മ വീട്ടിൽ തന്നെ നിസ്കരിക്കണം, നിന്റെ പെൺകുട്ടിയെയും വിളിച്ചുകൊണ്ട്, മകളെയും വിളിച്ചിട്ട് നിസ്കരിക്കാൻ തയ്യാറാവണം. കാര്യം ബന്ധിക്കരുത്. ദീനിയായ കാര്യങ്ങൾ വട്ടെ മഗ്‌രിബിന് തൊട്ടുമുമ്പ് വിളിച്ചിരുത്തിയിട്ട് ദിക്ർ ചൊല്ലണം. മക്കളെ സാലിഹാകണ്ടേ? ഇന്നത്തെ തലമുറയിൽ അതുണ്ടോ? മഗ്‌രിബിന് തൊട്ടുമുമ്പ് വിളിച്ചിരുത്തിയിട്ട് എത്ര വീടുകളിലാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചെല്ലുന്നത്? എത്ര വീടുകളിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത്? എത്ര വീടുകളിലാണ് ദിക്ർ ചെല്ലുന്നത്? എത്ര വീടുകളിലാണ് യാസീൻ ഉള്ളത് മഗ്‌രിബിന് ശേഷം? എത്ര വീടുകളിലാണ് സൂറത്തുൽ വാഖിയ ഉള്ളത്? എത്ര വീടുകളിലാണ് സൂറത്തുൽ മുൽക്ക് ഉള്ളത്? നമ്മുടെ വീടുകളിലൊന്നും ഇതൊന്നുമില്ല, നഷ്ടപ്പെട്ടു പോയി സഹോദരങ്ങളെ. നമ്മുടെ വീടുകളിൽ ഇതൊന്നുമില്ല. ഇതൊക്കെ വരണം എപ്പോ? വാപ്പ മരിക്കണം എന്നാ അന്നത്തെ ദിവസം ഓതും. ആരോതും? നീയല്ല, വല്ലവരും ഓതും. നീ എപ്പോഴും എവിടെയാണ്? അടുക്കളയിൽ പോയിരുന്നിട്ട് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഈ ഓതുന്ന കൗമിന് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നീ എപ്പോഴും വാപ്പാക്കൊരു യാസീൻ പോലും ഓതിയിട്ടില്ല. നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഖേദകരമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വാപ്പാക്ക് കൊടുക്കേണ്ട ഒരു ദുആ ഉണ്ട്, ആ ദുആ പോലും നീ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. നീ എപ്പോഴും സെൽഫി എടുത്തിട്ട് നിലകൊള്ളുകയാണ് ഖബർസ്ഥാനിൽ. പാണക്കാട് സയ്യിദന്മാരും സമസ്തയുടെ സമുന്നതരായ ആലിമീങ്ങളും എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് വന്നിട്ടുണ്ട് എന്ന് ലോകം മുഴുവനും ഗരിമ കാണിക്കാൻ സോഷ്യൽ മീഡിയ ഓണാക്കിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെ ജനമധ്യത്തിൽ നീ പ്രഹസനമായി നിലകൊള്ളുകയാണ്. സ്വന്തം വാപ്പ മരിച്ചിവിടെ കിടക്കുന്നു. ഈ മകന്റെ ഒരു പ്രാർത്ഥന കിട്ടാൻ വാപ്പ ദാഹിക്കുന്നു, ഉമ്മ ദാഹിക്കുന്നു, മകൻ ദുആ കൊടുക്കുന്നില്ല. മകൻ ഇതാ വരുവാണ്, കറയും കളിക്കുക, ഒരു ജമ്പലുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതല്ലേ സമൂഹത്തിന്റെ അവസ്ഥ? നമ്മുടെ അവസ്ഥ എന്താ? ഞാനിത് കാര്യമായിട്ട് പറയാണ്, ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 3 നടത്തുന്നു, 7 നടത്തുന്നു, 40 നടത്തുന്നു, ഒക്കെ അസിലുള്ളതാണ്, അടിസ്ഥാനമുള്ളതാണ്. പക്ഷെ ഈ നടത്തുന്ന പരിപാടികൾ നടത്തുമ്പോ ഓതുന്ന മക്കൾ ഓതലുണ്ടോ? ഓതലില്ല. നമ്മളെവിടെ? നമ്മൾ ജീരണി എടുക്കാൻ പോയിരിക്കുക, അലുവ അരിഞ്ഞോണ്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ അലുവ കൊടുക്കണം, അവിടെ പോയിരിക്കുക. അവസാനമായിട്ട് വാപ്പാക്ക് കൊടുക്കാനുള്ളൊരു യാസീൻ ഉണ്ടായിരുന്നു, ഹയവാൻ അതിനില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാം? ഇത് ഖലഖുസ്സമാവാതി, ഫുഡ് കഴിക്കാൻ അതിന് കറക്റ്റായിട്ട് അവല് വെക്കത്ത് ഉസ്താന്മാരുടെ ഇടയിലോട്ട് കയറിയിരുന്നു. ഇച്ചിരി ഇട തരണ്ടേ, അതിന് ഫ്രണ്ട് സഫ്. ഓതാൻ ഒറ്റ ഒരുത്തനില്ല. അങ്ങനെയാണോ വേണ്ടത്? നമ്മളല്ലേ അവിടെ മുൻപന്തിയിൽ വേണ്ടത്. അവിടെ ഇരുന്നത് ഓതണ്ടേ, വൃത്തിയായിട്ട് ദുആ ചെയ്യണ്ടേ? നമ്മൾ കണ്ണീരൊലിപ്പിച്ച് ദുആ രക്കുന്നത് പോലെ ആകുമോ മറ്റുള്ളവരെ കണ്ണീരൊലിപ്പിക്കുന്നത്? സഹോദരങ്ങളെ ചിന്തിക്കുക.
നമ്മുടെ മക്കൾ എവിടെ സാലിഹാകുന്നു? വാപ്പ മരിച്ചിട്ട് എത്ര വർഷമായി? എടക്കര മുസ്ലിം ജമാഅത്തിലും പരിസര മഹല്ലുകളിലുമൊക്കെ അന്തിവിശ്രമം ചെയ്യുന്ന പ്രിയപ്പെട്ട വാപ്പയുടെ ഉമ്മയുടെ ഖബർ സിയാറത്ത് എത്ര മക്കൾ ചെയ്യുന്നുണ്ട്? പെരുന്നാളിന്റെ അന്നൊന്ന് പോയി, ചിലർക്ക് പെരുന്നാളിനന്ന് പോയിട്ട് ഖബർ അറിയാൻ മേല, കറങ്ങുക. കാരണം എന്താ? ആകെ പെരുന്നാളിനന്നാ പോയേക്കുന്നത്, കഴിഞ്ഞ പെരുന്നാളിനന്ന് പോയത്, എവിടെയാ ഖബറെന്ന് അറിയാൻ മേല, കടന്ന് കപ്പുക. പിന്നെ ഏതോ ഒരു ഖബറിന്റെ അടുത്ത് പോയിട്ട് ദ്വാരന്നിട്ടിങ് പോകുന്നു. അതാണ് അവസ്ഥ, ചിലരുടെ അവസ്ഥ അങ്ങനെ. പാപ്പാടെ ഉമ്മാടെ ഖബറ് കറക്റ്റ് തയ്യം ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ തലമുറയ്ക്ക്? സ്ഥിരമായി സിയാറത്ത് ചെയ്താല് അതൊരിക്കലും മാഞ്ഞു പോകില്ലല്ലോ. ആ കല്ല് നമ്മൾ തന്നെയാണെങ്കിലും കറക്റ്റ് ചെയ്ത് വെക്കും, കൊല്ലത്തിൽ കറക്റ്റ് ചെയ്ത് വെക്കും, സ്ഥിരമായി സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ അല്ല എവിടാന്നറിയാൻ മേല, പള്ളിക്കാട്ടിൽ എവിടെ, ആ ഭാഗത്ത് എവിടെയാണ്, ഈ ഭാഗത്താട്ടെ, ഈ ഭാഗത്ത്. അപ്പൊ വേറൊരുത്തം പറയാം, അല്ലല്ല അനിയൻ പറയും ഇപ്പുറത്ത് ഈ ഭാഗത്താണ്, ഇവിടെ തന്നെയാണ്, എന്നാ പിന്നെ ഇവിടുന്ന് ഒന്നായിട്ട് നിന്നേക്കാം. സ്വന്തം വാപ്പയാണ്, സ്വന്തം ഉമ്മാണ് ഖബറിൽ കിടക്കുന്നത്. നമുക്ക് ഏതാ ഖബറെന്ന് പോലും അറിയാൻ പറ്റില്ല, കറക്റ്റ് ഒരു സലാം പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. എവിടത്തെ അല്ല, മക്കയിൽ അടക്കിയിരിക്കുന്നതല്ല, സ്വന്തം ജമാഅത്തിൽ അടക്കിയിരിക്കുന്ന ഖബർസ്ഥാന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും തന്റെ മാതാപിതാക്കളുടെ ഖബർ സന്ദർശിച്ചാൽ അവന് ഗുണവാന്മാരുടെ കൂട്ടത്തിൽ എണ്ണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി